പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ദൈവവേദനെ മനസ്സ്, ശരീരം, ആരോഗ്യം ഏതെല്ലാ മേഖലകളിലെ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ്സുകൾ അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസത്തിൻ്റെത് വിശ്വാസ കൈമാറ്റം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. പിന്നെ അത് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, മറ്റുള്ള മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയണം. അപ്പോൾ കരിസ്മാറ്റിക് മേഖല വന്നപ്പോൾ കുറച്ച് ഏറ്റുപറച്ചിൽ കൂടിയിട്ടുണ്ട്. അത് ഒരു മറ്റ് പല മിഷൻ പ്രവർത്തനങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് കരിസ്മാറ്റിക്കിന് തീവ്രമായ അഭിഷേകം കിട്ടിയവർ ഏറ്റുപറയാൻ വേണ്ടി കുറച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഉടമ്പടിയുടെ കാലം വന്നപ്പോൾ വിശ്വാസ പ്രയോഗങ്ങൾ വന്നു. നമ്മുടെ വിശ്വാസം പ്രൊഫഷൻ ഫെയ്ത്തിൻ്റെ തന്നെ ഒത്തിരി എക്സ്പ്രഷൻ രൂപങ്ങൾ വന്നു. പിന്നെ സുവിശേഷ കൈമാറ്റം മസ്റ്റാക്കി, ഓപ്ഷണൽ അല്ല. അത് വെദർ യു ഹാവ് ഗിവൺ ദ ഗ്രേസ് ഓർ നോട്ട് ബൈ ദ വെരി പേഴ്സൺ യു ആർ ബീയിങ് ക്രിസ്ത്യൻ, യു മസ്റ്റ് പ്രൊക്ലെയിം ഗോസ്പൽ. അതാണ് ഉടമ്പടിയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. നിനക്കത് പ്രത്യേക ഗ്രേസ് കിട്ടിയാലും ഇല്ലെങ്കിലും നീ
വത്തിക്കാൻ സുനദോസിൻ്റെ ബൈ ബാപ്റ്റിസം എവരി ക്രിസ്ത്യൻ മിഷണറി. അത് വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനമാകാം, വിശ്വാസം കൊണ്ട് ജ്ഞാനസ്നാനപ്പെട്ട ആളാകാം. നീ ക്രിസ്തുവിനെ അറിഞ്ഞോ, യു മസ്റ്റ് ഗിവ് ടു അതേഴ്സ് യുവർ ഫെയ്ത്ത്. അതാണ് ഉടമ്പടിയുടെ അത് വത്തിക്കാൻ സുനദോസിൻ്റെ നിലപാടാണത്. അല്ലാതെ ഒരു പ്രാർത്ഥിച്ച് ഒരു ഗ്രേസ് കിട്ടിയിട്ട് അവർ ജീവിത വിളിയായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത് കുറേ പേരുടെ ഒരു സമൂഹം ഉണ്ടാക്കുകയല്ല. എവരിബഡി ഹു ആർ ബാപ്റ്റിസ്റ്റ് ഇൻ ഫെയ്ത്ത് ദേ മസ്റ്റ് ബി മിഷണറി. അതാണ് ഉടമ്പടി രീതി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് മുൻതൂക്കങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാം. അത് എപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾ എപ്പോഴും ഈസിയല്ല. എല്ലാ കാര്യങ്ങളും ഇത്തരം നമുക്കുണ്ടായിട്ടുള്ള എല്ലാ രക്തസാക്ഷികളും മിഷണറി ജോലി ചെയ്ത രക്തസാക്ഷികളായവരാണ്. അപ്പം മിഷണറി ജോലി ചെയ്യുന്നവർക്ക് ആന്തരികമായ ബോധ്യമുണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമെന്ന്. പിന്നെ മിഷണറി ആകാൻ പറ്റത്തില്ല. പിന്നെ ക്യാപിറ്റൽ മിഷണറി ആയിട്ടുള്ള അല്ലെങ്കിലും നമുക്ക് മിഷണറി ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ വീടുകളിലും നമ്മുടെ തന്നെ ശരീരത്തിൽ, ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും വലിയ മിഷണറി ആണെന്ന് പറയണില്ല, എന്നാലും ചെയ്യണ മിഷൻ ജോലിയെല്ലാം നല്ല പേയ്മെൻറ്റിലാണ്. എനിക്കാണെങ്കിൽ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലും. ഞാൻ അതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് അസുഖമാണെന്ന് പറഞ്ഞ് പോയിട്ടില്ല. ആ സമയത്തും ആൾക്കാരെ പ്രാർത്ഥിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ ശുശ്രൂഷയുടെ കർത്താവ് എല്ലാവരും ഹീൽ ചെയ്യുമ്പോൾ അവൻ വൂണ്ടഡ് ഹീലറാണ്, മുറിവേറ്റവനായിട്ട് കിടക്കുന്നവനാണ് അവൻ. അപ്പം മുറിവിലൂടെയാണ് സൗഖ്യം എന്നുള്ള ബൈബിളിൻ്റെ ഒരു തിയറി ഉണ്ട്. അവൻ്റെ മുറിവിലാണല്ലോ നമ്മുടെ സൗഖ്യം എന്ന്. അപ്പം ഇത് വിശ്വാസത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണുവാനും അതിനെ പിന്നെ ചുമ്മാ ഒരു പ്രാർത്ഥനാ പുസ്തകങ്ങൾ വായിച്ച് ദൈവത്തിനെ കേൾപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ക്രിസ്ത്യാനിയായിട്ട് റെഡ്യൂസ് ചെയ്യാതെ വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുന്ന, വിശ്വാസം സാക്ഷീകരിക്കുന്ന ആഴമുള്ള ക്രൈസ്തവരായിട്ട് മാറാൻ അതാണ് നമുക്ക് അധികാരം നൽകണത്. അപ്പം നമുക്ക് ആഴമുള്ള വിശ്വാസം കൈമാറുന്നവരാണെന്ന് കണ്ടാൽ ദൈവം നമുക്ക് തരണത് അഭിഷേകത്തെക്കാൾ വലിയ സംഭവം തരും. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗെത്സെമനയിലെ ഭയങ്കര കഠോര സങ്കടങ്ങളുടെ സമയത്ത് പത്രോസിനെ ഈശോ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ പത്രോസിനെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതാണ് വിഷയം. നമ്മളെ ഒരു കംപ്ലീറ്റ് വിശ്വാസി ആകുമ്പോൾ എന്താ ചെയ്യണത്? നമ്മളെ തന്നെ അവശതകളിൽ നിന്നും, പിന്തിരിപ്പ മനോഭാവങ്ങളിൽ നിന്നും, നഷ്ടശിഷ്ട ബോധങ്ങളിൽ നിന്നും, ലാഭനഷ്ട കണക്കുകളിൽ നിന്നും, ആരോഗ്യ കണക്കുകളിൽ നിന്നും, കുടുംബത്തിൻ്റെ കലഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അപ്പം തിരിച്ചു വരവാണ് വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ തിരിച്ചു വരവ്. എല്ലാവർക്കും തിരിച്ചു വരാൻ ഒത്തിരി ഇടങ്ങളുണ്ടല്ലോ. ചിലക്ക് കടങ്ങളായിരിക്കും. അയ്യോ ഞാൻ കടവന്ന് കഴിയട്ടച്ചാ. ചില അമ്മച്ചിമാർ ഉടമ്പടി എടുത്തിട്ട് എന്താ പറയണത്? അച്ഛാ ഉടമ്പടിയേ എൻ്റെ മകളെ പ്രസവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക, അപ്പോൾ അവളൊന്ന് പ്രസവിച്ച് പോയിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പച്ചത്തിരി നിലത്തിലേക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ തിരിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തിടണം. പക്ഷെ അതല്ല, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. അതിൽ നിന്നും നീ തിരിച്ചു വരണം. എന്താണ്? അതങ്ങനെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ നീ തിരിച്ചു വരണം. കർത്താവിൻ്റെ ഏറ്റവും വലിയ വാക്കാണ്, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അതുള്ളപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് കുറച്ച് സിൻസിയർ ആണെങ്കിലേ ഉടമ്പടി ഇങ്ങനെ പുതിയ പുതിയ സ്നേഹം നമ്മൾ ആദ്യം വായിച്ചില്ലേ, വിലാപങ്ങൾ 3:22 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പറഞ്ഞ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹം അസ്തമിക്കണില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഗ്രഹണം സംഭവിക്കും. ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രഹത്തിൻ്റെ മേലെ വേറൊരു ഗ്രഹത്തിന് നിഴൽ വന്നടിക്കും. അതോടുകൂടി ഒരു തീരുമാനം ഉണ്ടാവും. എന്താണ്? പ്രകാശം തരത്തില്ല. കർത്താവ് അപ്പോൾ ഗ്രഹം അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് വി ഡോണ്ട് ഫീൽ ഇറ്റ്, നമ്മളത് അനുഭവിക്കണില്ല. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ ഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ദൈവം അവിടെ ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു അവസ്ഥ പലരുടെയും. ദൈവമുണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണില്ല. ഏതോ ഒരു നിഴല്, പാപത്തിൻ്റെ ഒരു കരിനിഴല് ഇതിൻ്റെ പേര് ഇങ്ങനെ അടിച്ചു മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്നേഹം നമുക്ക് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആഴമായ അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. സകലരും അനുദപിക്കുക, സർവ്വം സമർപ്പിക്കുക. സകലരും അനുദാപിയെ ചേർത്തണഞ്ഞോ, ഈ അനുതാപത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൗ ടു റിപ്പൻറ്റ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷെ എങ്ങനെ റിപ്പൻറ്റ് ചെയ്യും? അത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ അനുദപിക്കണം. അതാണ് വിഷയം. നമുക്കിഷ്ടമുള്ള അനുദപിക്കാൻ പറ്റത്തില്ല.
അവൻ പറഞ്ഞത് എന്താണ്? കൽപ്പനകളാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് അനുദപിക്കണമെങ്കിൽ അവൻ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റുണ്ട് അനുതാപത്തിൻ്റെ. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ മറ്റൊരു ദൈവം നിനക്കുണ്ടാവും. അപ്പോൾ ഈ മറ്റൊരു ദൈവം ആരും ആകാം. ജാതികളുടെ ദൈവങ്ങളാണ് തന്നെ ആകണം നിർബന്ധമില്ല, ദൈവസങ്കല്പങ്ങൾ തന്നെയാകണം നിർബന്ധമില്ല. നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ദൈവം. ദൈവത്തിനല്ലാതെ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് ദൈവമായിട്ട് മാറും. അതാണ് മറ്റൊരു ദൈവം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, മറ്റൊരു ദൈവം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. കരങ്ങൾ വീശി വീശി പാടാം. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സുന്ദരമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. പുറപ്പാട് 20:3. പുറപ്പാട് 20:3. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും അത് ദൈവമായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അത് കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നമ്മളറിഞ്ഞത് ശരിക്കും ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇടവക പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ പാവത്തങ്ങളുടെ പള്ളിയിൽ പോലും നമുക്ക് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്താ കാര്യം? കാറുള്ളവരെല്ലാം കാറ് കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. അത് ആ മാവിൻ്റെ തൊട്ടിട്ട് മാറ്റിയിടാൻ പറഞ്ഞാൽ മാറ്റിയിടത്തില്ല. ജനത്തിന് ഇടയ്ക്കേണ്ടതിനെ കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാറും അത് കൊണ്ടുവന്നിട്ടുള്ള മനസ്സും എല്ലാം വേറൊരു ദൈവത്തെ കൊണ്ട് അവരെ സ്വാധീനപ്പെടുത്തി അതിന് അടിപ്പെട്ട് ജീവിക്കുകയാണ്. പിന്നെ അവന് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. 3/4 മണിക്കൂർ ടോയ്ലറ്റിലിരിക്കും. അതിൻ്റെ ഇടയിൽ എന്നെ വിളിച്ച് കരയും. ഞാനും ചെല്ലും. അങ്ങനെ ഒന്നും പോകാതെ മാനുവലായിട്ട് വരെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവൻ്റെ വയറിൽ കുരിശടയാളം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇതുവരെ അവൻ ആ ഡിസംബർ കഴിഞ്ഞപ്പനെ ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നന്നായിരിക്കുന്നു. പിന്നെ അതുകൂടാതെ ഉടമ്പടിയിൽ ഞാൻ വെച്ച ഒരു വിഷയമായിരുന്നു ചേച്ചിയുടെ മകൾക്ക് +2 ഉയർന്ന മാർക്ക് ലഭിക്കുന്നതിനും മേമയുടെ മോളുടെ വിവാഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കുന്നതിനും. അത് രണ്ടും എനിക്ക് സാധിച്ചു കിട്ടി. അതും കൂടാതെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ശക്തമായ പനിയും BP ഫോളും കാരണം രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ അന്ന് അഡ്മിറ്റായതിൻ്റെ വൈകുന്നേരം തന്നെ ചേട്ടന് സാച്ചുറേഷനൊക്കെ ഡ്രോപ്പായി ഭയങ്കര ബുദ്ധിമുട്ടായി. ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടേഴ്സിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണേ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെ പെട്ടെന്ന് തന്നെ അസുഖം കണ്ടുപിടിക്കുകയും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. അസുഖം ഭേദപ്പെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്നതിനും സാധിച്ചു.
ഇത്രയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചു. കൂടാതെ എൻ്റെ മക്കളുടെ വിശ്വാസം വർദ്ധിച്ചു. ഇപ്പോൾ അവരെന്ത് വേദന വന്നാലും അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആദ്യം ഓടി വരും, അമ്മേ അമ്മ മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പരട്ടി തരും അമ്മേ, അപ്പം ഞങ്ങളുടെ അസുഖം മാറുമെന്ന്. എങ്ങനെയാണെന്നറിയില്ല, ഇത്രയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചു. ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് റജി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മൂത്ത മോള് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് UK പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മോന് ഓൺസൈറ്റ് വഴി UK പോകാനെല്ലാം ഒത്തപ്പം മോൾക്ക് ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് UK പോകേണ്ട ഒരു ആവശ്യം വന്നു. മോൾക്കതിന് ഭയങ്കര സങ്കടമായി പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ഉടമ്പടി എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി മമ്മി ഉടമ്പടി എടുക്കണം. എനിക്ക് ഇവിടുന്ന് തന്നെ ജോലി കിട്ടി. UK ഇവിടുന്ന് ഇൻ്റർവ്യൂ പാസ്സായി. എനിക്ക് അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഒത്തിരി 5-8 ഇൻ്റർവ്യൂവോളം അവൾ അറ്റൻഡ് ചെയ്തു. ചെറിയ ഇൻ്റർവ്യൂ ആയിട്ട് പോലും അതെല്ലാം ഫെയിലായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട്. മോനെ ജോലി കിട്ടി മാത്രമേ UK മാതാവ് മോനെ കയറ്റി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അവൾ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് നല്ലൊരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെറുത് പോലും കിട്ടിയില്ല, പിന്നെ എനിക്കിത് കിട്ടുമോ മമ്മി എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് ആ ഇൻ്റർവ്യൂ അവൾക്ക് കിട്ടുകയും ഇവിടുന്ന് അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ ഇവിടുന്ന് ചെന്ന് തന്നെ അവിടെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ ഒരാഴ്ചയോളം ഹോട്ടലിലാണ് താമസിച്ചത്. ഒരാഴ്ച ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, മമ്മി ഞങ്ങൾക്കൊരു വീട് ശരിയാകുന്നില്ല, മമ്മി അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 26/7/2022 അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് കയറി, കർത്താവേ കുഞ്ഞുങ്ങൾക്കൊരു വീട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറിയത്. ധ്യാനത്തിൻ്റെ ഒടുവായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ ഓൺലൈനായി പ്രാർത്ഥിക്കുന്ന ആരോ പറയുന്നു, എൻ്റെ കാര്യം അച്ഛനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് മനസ്സിലാഗ്രഹിക്കുന്നു. എനിക്ക് അറിയത്തില്ല എന്തുവാണ് എൻ്റെ കാര്യം എന്തെന്നറിയത്തില്ല, അമ്മയ്ക്കറിയാം, വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളുക എന്ന്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി നല്ലൊരു വീട് ഞങ്ങൾക്ക് ശരിയായി, ഞങ്ങൾ ശനിയാഴ്ച അങ്ങോട്ട് താമസം, ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് താമസം മാറും എന്ന് വിളിച്ച് പറഞ്ഞു. അടുത്തത് രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ച രണ്ടാമത്തെ കാര്യം, എൻ്റെ രണ്ടാമത്തെ മകളെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ഓഡിറ്റിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മോളെ 2 വർഷമായി ജോലി ചെയ്യുന്നുവെങ്കിലും ജോലിയിൽ ഹൈക്കോ പ്രമോഷനോ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി വെച്ചത് ഫലമായി അവൾക്ക് പ്രമോഷനുമായി ഹൈക്കുമായി. അത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. 6ാമതായി ഞാൻ സാക്ഷ്യം വെച്ചത്, എൻ്റെ ചേച്ചിയുടെ മകനെ കോവിഡ് കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അത് വലിയ പ്രയാസമായിട്ട് 6 മാസമായി ബഹ്റൈനിൽ ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം രജിമാമേ എന്ന് എന്നോട് പറഞ്ഞ് ഞാനിതുപോലെ അവന് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനം നടക്കുമ്പോഴൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ അവിടെ പുതിയ ഒരു കമ്പനിയിൽ ജോലി പ്രവേശിച്ചിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. 4ാമതായി എൻ്റെ ഭർത്താവിന് ഇച്ചിരി മദ്യപാനവും പുകവലിയും ഉണ്ടായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്
ഉപ്പ് ഉപയോഗിച്ച് അത് പരിപൂർണമായി അത് മാറിക്കിട്ടി. അത് 4ാമത്തെ സാക്ഷ്യം. ഇതാ എനിക്ക് മാതാവും ദൈവവും ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ മാതാവിനും ദൈവത്തിനും ഞാൻ കോടാനുകൂടി. എൻ്റെ പേര് സെറ്റ്ലീന. ഞാൻ കൊല്ലം രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 9 ഈ കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. ഞാൻ വന്നതെന്ന് പറയുന്നത് ഒത്തിരി വിഷമങ്ങളോടെയാണ് വന്നത്. പ്രധാനമായിട്ടും എൻ്റെ മോന് ജോലി ഇല്ലായിരുന്നു. 4 മാസമായി വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ജോലിയൊന്നും ആയില്ല. അങ്ങനെ ഞാൻ വന്ന് നിയോഗം വെച്ചതിൽ 3ാമത്തെ നിയോഗം എൻ്റെ മോൻ്റെ ജോലിയെക്കുറിച്ചായിരുന്നു. ഞാൻ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പേ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് എൻ്റെ മോന് ജോലി ലഭിക്കുകയും എൻ്റെ മോൻ നല്ലൊരു ജോലിക്ക് പ്രവേശിച്ചു. നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറാൻ കഴിഞ്ഞു. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്വത്തെ ഞാൻ ആരാധിക്കുന്നു.